വൈദേഹി. രചന മിത്രവിന്ദ. എന്താ എന്താ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത്? ആരാണ് ഒച്ചയുണ്ടാക്കുന്നത്? പിന്നിൽ നിന്നും ഡോക്ടർ വ്യാസിൻ്റെ വാക്കുകൾ കേട്ടതും രുദ്രൻ തിരിഞ്ഞു നോക്കി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന രുദ്രനെ കണ്ടതും ഡോക്ടർ ഞെട്ടിപ്പോയി. എടോ, താൻ താനിതിപ്പോൾ വന്നു? ഞാൻ വന്നിട്ടൊരു 10 മിനിറ്റേ ആയുള്ളൂ. ഡോക്ടർ, എനിക്ക് വൈദേഹിയെ കാണണം. ഇന്നലെയാണെങ്കിൽ തന്നോട് വൈദേഹിയെ കെട്ടേണ്ടി വന്ന ദുരവസ്ഥയെക്കുറിച്ചൊക്കെ വിശദീകരിച്ച രുദ്രൻ തന്നെയാണോ ഇതെന്ന് ഡോക്ടർ ഓർത്തുപോയി. ഒറ്റ ദിവസം കൊണ്ട് വൈദേഹി ഇയാളിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയോ? ഡോക്ടർ വ്യാസിൻ്റെ ഇരു പുരികങ്ങളും ചുളിഞ്ഞു. രുദ്രൻ ഇത്ര തിടുക്കപ്പെട്ട് താൻ ഇവിടേക്ക് വരാനും മാത്രം ഇപ്പം എന്താണ് സംഭവിച്ചത്? ഒന്നും പ്രത്യേകിച്ച് സംഭവിച്ചിട്ടില്ല ഡോക്ടർ. എനിക്ക് അവളെ കാണണമെന്ന് തോന്നി. താൻ വരൂ, നമുക്കിരുന്ന് സംസാരിക്കാം. ഡോക്ടർ, വരാം. ആദ്യം എനിക്ക് വൈദേഹിയെ ഒന്ന് കാണണം. അയാൾ എന്നേക്കാൾ സമയമായിട്ടില്ല. അരമണിക്കൂർ കൂടി ഉറങ്ങട്ടെ. ഞാൻ പറയുന്നത് കേൾക്ക്. താനിപ്പോൾ എൻ്റെ കൂടെ വന്നേ. ഡോക്ടർ വ്യാസ് വളരെ നിർബന്ധിച്ചാണ് രുദ്രനെ അയാളുടെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോയത്. രുദ്രൻ ഇന്നലെ വീട്ടിലെത്തിയിരുന്നില്ലേ? ഉവ്വ്. എത്ര മണിക്കൂർ യാത്രയുണ്ട്? എന്തായാലും ഉച്ചയ്ക്ക് ശേഷമല്ലേ താൻ വീട്ടിലെത്തിച്ചേർന്നത്? വൈകുന്നേരം 6 മണിയായി. എന്നിട്ട് അപ്പം തന്നെ അവിടുന്ന് തിരിച്ചോ? ഇല്ല ഡോക്ടർ, ഞാൻ പുറപ്പെട്ടപ്പോൾ ഏകദേശം വെളുപ്പാങ്കാലമായി. എന്താണ് ഇത്ര തിടുക്കപ്പെട്ട് ഈ യാത്രയുടെ പിന്നിൽ? അയാൾ തൻ്റെ ചൂണ്ടുവിരൽ താടിയിൽ മുട്ടിച്ചുകൊണ്ട് രുദ്രൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പോൾ അവൻ്റെ മിഴികളിലെ തിളക്കം. അതിൽ നിന്നും ഡോക്ടർ വ്യാസിന് വ്യക്തമായിരുന്നു വൈദേഹിയോട് അവൻ എത്രമാത്രം സ്നേഹമുണ്ടെന്നുള്ളത്. അവളോട് ഞാൻ വാക്ക് കൊടുത്തായിരുന്നു, കാലത്തെ അവൾ ഉണരുമ്പോൾ ഞാൻ അരികിലുണ്ടാവുമെന്ന്. വല്ലാത്ത വാശിക്കാരിയാണ്. അതും ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഇവിടെ വെച്ച് അവൾ പല ആവർത്തി എന്നോട് പറഞ്ഞിരുന്നു അവളെ തനിച്ചാക്കി പോകരുതെന്ന്. ഇല്ലെന്ന് ഞാൻ അവളോട് മറുപടി കൊടുക്കുകയും ചെയ്തു. ഇന്നലെ കാലത്തെ ഞാൻ പോയെന്നറിഞ്ഞപ്പോൾ അതാണ് അവൾക്കത്ര വിഷമമായത്. രുദ്രൻ, താനിവിടെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എപ്പോഴും വൈദേഹിയുടെ കൂടെ അത് പറ്റില്ല. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് ധാരയും കിഴിവയ്ക്കലും അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. ഒക്കെ അവസാനിച്ച് കഴിയുമ്പോഴേക്കും ഒരു ദിവസം തന്നെ തീരും. കുഴപ്പമില്ല ഡോക്ടർ, ഞാനിവിടെ ഔട്ട് ഹൗസിൽ സ്റ്റേ ചെയ്തോളാം. ഓക്കെ. എന്തായാലും ഇപ്പോൾ വൈദേഹി ഉണർന്നു കാണും. രുദ്രൻ ചെല്ല്. ശരി ഡോക്ടർ, താങ്ക് യു. ഡോക്ടറെ നേർക്ക് അവൻ തൻ്റെ വലതുകരം നീട്ടി. എന്നിട്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. വൈദേഹിയുടെ റൂമിൻ്റെ വെളിയിലെത്തിയപ്പോൾ തന്നെ കേട്ടിരുന്നു ലയോടൊത്തുള്ള അവളുടെ സംഭാഷണം. വൈദേഹി നല്ല കുട്ടിയല്ലേ, മിടുക്കിയായിട്ട് പല്ല് തേച്ച് കുളിക്ക്. ഇനി ഈ ചായ കൂടി ഒന്ന് കുടിക്ക്. വേണ്ട, എൻ്റെ രുദ്രേട്ടൻ വരാതെ ഞാൻ ഒന്നും കഴിക്കില്ല. നിങ്ങൾ എന്തിനാ എൻ്റെ രുദ്രേട്ടനെ ഇവിടുന്ന് ഓടിച്ചു വിട്ടത്? പാവമായിരുന്നു എൻ്റെ ഏട്ടൻ. അത് കേട്ടതും രുദ്രൻ്റെ മിഴികൾ നിറഞ്ഞു. രുദ്രേട്ടൻ വരൂന്നേ, അപ്പുറത്ത് ഡോക്ടറുടെ അടുത്തുണ്ട്. ഈ ചായ കുടിക്കുവാണെങ്കിൽ ഞാൻ അവിടേക്ക് കൊണ്ടുപോകാം. ഇന്നലെ എന്നോട് ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് ഞാൻ ചായ കുടിച്ചിട്ടും രുദ്രേട്ടനെ നിങ്ങൾ കൊണ്ടുവന്നില്ല. സിസ്റ്റർ കള്ളം പറയുന്നതാ? അല്ലെന്നേ, സത്യമായിട്ടും പറയുന്നതാ. വൈദേഹിയുടെ രുദ്രേട്ടനെ ഇന്ന് തന്നെ ഞാൻ കാണിച്ചു തരും. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. എനിക്കെൻ്റെ രുദ്രേട്ടനെ കാണാതെ പറ്റില്ല സിസ്റ്ററെ. സിസ്റ്റർക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ രുദ്രേട്ടനെ വിളിച്ചിട്ട് പറ ഇങ്ങോട്ട് വരാൻ, പ്ലീസ്. അപ്പോഴേക്കും അവളുടെ വാക്കുകൾ ഇടറിയിരുന്നു. വൈദേഹി. വാതിൽക്കൽ നിന്നും ഒരു വിളിയൊച്ച കേട്ടതും വൈദേഹി ചാടി എഴുന്നേറ്റു. തന്നെ നോക്കി കണ്ണ് നിറച്ചു നിൽക്കുന്ന രുദ്രനെ കണ്ടതും അവൾ എഴുന്നേറ്റ് ഓടി അവൻ്റെ അരികിലേക്ക് പോയി. ഉറക്കം നിലവിളിച്ചുകൊണ്ട് അവൾ രുദ്രനെ ഇറുക്കി പുണർന്നു. രുദ്രേട്ടൻ എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ? എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ അങ്ങനെ പോയത്? എനിക്കറിയാം രുദ്രേട്ടന് എന്നോട് വെറുപ്പാണ്. ചുണ്ട് പിളർത്തി പറഞ്ഞുകൊണ്ട് വിങ്ങിപ്പൊട്ടി കരയുന്ന അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തണച്ച് അവനും കരഞ്ഞു. ഓഫീസിലൊരു അത്യാവശ്യം വന്നുകൊണ്ട് പോയതാ, അല്ലാതെ എൻ്റെ വൈദേഹിയോട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല. അവൻ വൈദേഹിയും കൂട്ടി മുറിയിലേക്ക് കയറി വന്നു. എന്നിട്ട് അവിടെ കിടന്നിരുന്ന ഒരു കസേര വലിച്ചിട്ടിരുന്നു. വൈദേഹിയെ ബെഡിലേക്ക് കയറ്റിയിരുത്തി. സാർ, എന്നാൽ നിങ്ങൾ രണ്ടാളും സംസാരിക്കുക, ഞാൻ വെളിയിൽ കണ്ടേക്കാം. അവൻ്റെ അനുവാദം ലഭിച്ചതും സിസ്റ്റർ ലയ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വൈദേഹിക്ക് കുടിക്കുവാനായി ആദ്യമായി അവൻ ചായ എടുത്തു കൊടുത്തു. രുദ്രേട്ടൻ ചായ കുടിച്ചോ? ഞാൻ ചായ ഒന്നും കുടിച്ചില്ല. ആദ്യം വൈദേഹി ഇത് മുഴുവൻ കുടിച്ച് തീർക്ക്, എന്നിട്ട് രുദ്രേട്ടൻ കുടിച്ചോളാം. കുടിക്കാം. പക്ഷേ രുദ്രേട്ടൻ എന്നെ തനിച്ചാക്കി പോവോ? ഇല്ലടാ, സത്യം
തീർച്ചയായിട്ടും രുദ്രേട്ടൻ പോകില്ല. എൻ്റെ വൈദേഹിയുടെ അസുഖമൊക്കെ മാറിയ ശേഷം നമ്മൾ ഒരുമിച്ചാണ് ഇനി വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ പോരെ? മതി. സത്യമാണോ? സത്യം. പെട്ടെന്ന് തന്നെ വൈദേഹി ചായ മുഴുവൻ കുടിച്ചു തീർക്കുകയും ചെയ്തു. ആ സമയത്ത് സിസ്റ്റർ ലയ രുദ്രന് കുടിക്കാനുള്ള ചായയുമായിട്ട് വന്നു. അവനാണെങ്കിൽ യാത്രാക്ഷീണം കാരണം നല്ല തലവേദന. ചൂടുള്ളൊരു ചായ കുടിച്ചപ്പോൾ പാതി ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി. ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പവും കടലക്കറിയുമായിരുന്നു. വൈദേഹിക്ക് വേണ്ടിയുള്ളതെല്ലാം സിസ്റ്റർ ലയ സെറ്റ് ചെയ്തു വെച്ചു. എന്നാൽ ഓർക്കപ്പുറത്തായിരുന്നല്ലോ രുദ്രൻ്റെ വരവ്. അതുകൊണ്ട് അവൾ പോയി രുദ്രന് കഴിക്കാനുള്ളതും എടുത്തുകൊണ്ട് വന്നു. രുദ്രനും വൈദേഹിയും ഒരുമിച്ചിരുന്നാണ് ആഹാരമൊക്കെ കഴിച്ചത്. തലേദിവസം പട്ടിണിയായിട്ട് കിടന്നതിനാൽ വൈദേഹി വേഗം കഴിച്ചു തീർത്തു. വൈദേഹിക്ക് വിശപ്പ് മാറിയോ? ഇല്ലെങ്കിൽ ഒരപ്പം കൂടി എടുത്ത് കഴിക്ക്. എനിക്ക് വയറ് നിറഞ്ഞേട്ടാ. എങ്കിലേ ആ വാഷ് ബേസിൻ്റെ അരികിലേക്ക് പോയി കയ്യും വായും ഒക്കെ കഴുകിയിട്ട് വാ. അവൻ പറഞ്ഞതും വൈദേഹി അനുസരണയോട് കൂടി എല്ലാം ചെയ്തു. കൃത്യം 8 മണിക്കായിരുന്നു വൈദേഹിയുടെ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് പോകേണ്ടത്. രുദ്രനും കൂടി വരണമെന്ന് അവൾ ഒരുപാട് ശാഠ്യം പിടിച്ചു. അതിൻ പ്രകാരം അവനും റൂമിൻ്റെ വാതിൽക്ക് വരെ ചെന്നു. എന്നാൽ വൈദേഹിയെ മാത്രം അവിടേക്ക് കയറ്റിയ ശേഷം സിസ്റ്റർ ലയ വാതിലടച്ച് കുറ്റിയിട്ടു. അവളുടെ വാവിട്ട നിലവിളി പുറത്തു നിൽക്കുന്ന രുദ്രനും കേട്ടിരുന്നു. രുദ്രേട്ടാ, പോകല്ലേ. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകല്ലേ. എൻ്റെ രുദ്രേട്ടനോട് പറയൂ സിസ്റ്റർ, ഇവിടുന്ന് പോകരുതെന്ന് പറയോ. പ്ലീസ് പ്ലീസ്, എനിക്ക് കാണണോ എൻ്റെ ഏട്ടനെ. അവളുടെ കരച്ചിൽ കേട്ടുകൊണ്ട് രുദ്രൻ ചോരിൽ ചാരി നിന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിത്തുടങ്ങി. അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞതും അവളുടെ ശബ്ദം കേൾക്കാതെയായി. ഈശ്വര, അവരെന്തെങ്കിലും ഇഞ്ചക്ഷൻ എടുത്തോ ആവോ? അവളുടെ അനക്കം പോലും കേൾക്കുന്നില്ലല്ലോ. രുദ്രന് ഭയം തോന്നി. അവൻ പെട്ടെന്ന് ഡോറിൽ തട്ടി. എന്താ? അത് പിന്നെ സിസ്റ്റർ വൈദേഹി, ആ കുട്ടി അകത്തേക്ക് കൊണ്ടുപോയി. ആണോ? അവളുടെ ശബ്ദമൊന്നും കേൾക്കാതെ വന്നുകൊണ്ട് ഡോറിൽ തട്ടിയത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് എയർ സ്പേസ് ഉണ്ട്. അവിടെ വെച്ചാണ് ട്രീറ്റ്മെൻറ്റൊക്കെ. ഓക്കെ. അവൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. നിങ്ങളാണോ രുദ്രൻ? അതെ സിസ്റ്റർ. എന്തേ? ഏയ് ഒന്നുമില്ല. ആ കുട്ടി കിടന്ന് വിളിച്ചുകൊണ്ട് ചോദിച്ചതാ. സമാധാനമായിട്ട് പൊയ്ക്കോളൂ. എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാവും. അവർ പറഞ്ഞതും രുദ്രൻ മുറിയിലേക്ക് പോന്നു. അവിടെ എത്തിയതും ഫോൺ അവൻ എടുത്തു നോക്കി. അപ്പോഴാണ് കണ്ടത് അച്ഛനും അമ്മയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. ധൃതിയിൽ ഇറങ്ങിപ്പോയതുകൊണ്ട് ഫോൺ റൂമിൽ നിന്ന് എടുക്കാൻ മറന്നു പോയിരുന്നു. അവൻ അപ്പോൾ തന്നെ അവരെ തിരിച്ചു വിളിച്ചു. ഹലോ അമ്മേ. ആ മോനെ, നീ എവിടാ? ഫോൺ വിളിച്ചിട്ട് പോലും എടുത്തില്ല. അമ്മയുടെ കരച്ചിൽ കേട്ടതും അവനും സങ്കടം വന്നു. സോറി അമ്മേ, ഞാൻ ഇന്നലെ രാത്രിയിൽ വൈദേഹിയുടെ അടുത്തേക്ക് മടങ്ങിപ്പോന്നു. ഇപ്പോൾ ഹോസ്പിറ്റലാണ്. ഫോൺ റൂമിൽ വെച്ചിട്ട് അവളെ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് കൊണ്ടുപോയതാണ്. ഞങ്ങൾ ഒരുപാട് ഭയപ്പെട്ടു പോയി. നിനക്ക് എന്താ പറ്റിയെന്ന് ഓർത്തു. അച്ഛനാണെങ്കിൽ BP ഡൗണായെന്ന് തോന്നുന്നു, കിടക്കുവാ. അമ്മ ഒന്ന് ഫോൺ കൊടുത്തേ, ഞാൻ സംസാരിക്കാം. ഹലോ അച്ഛാ. രുദ്ര, നീ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ മോനെ? അച്ഛാ, നിങ്ങൾ രണ്ടാളും ഉറങ്ങുമായിരുന്നു, അതാ വിളിക്കാഞ്ഞത്. സോറി. ആ പോട്ടെ, സാരമില്ല. വൈദേഹി എവിടെ? നീ എന്തിനാ ഇത്ര തിടുക്കപ്പെട്ട് പോയത് മോനെ? അവൾക്ക് ഞാൻ തിരിച്ചു പോകുന്നതിൽ പിന്നെ ആകെ സങ്കടമായിരുന്നു. രാത്രിയിൽ ഞാൻ കിടക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ വിളിച്ചു. അവളുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അതുകൊണ്ട് കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല. പിന്നെ നേരെ ഇങ്ങോട്ട് പോകുന്നത്. എല്ലാം പെട്ടെന്ന് ഭേദമായാൽ മതിയായിരുന്നു. പാവം കുട്ടി എന്തുമാത്രമാണ് അനുഭവിക്കുന്നത്. പെട്ടെന്ന് കുറയുമെന്നാണ് ഡോക്ടറും പറഞ്ഞത്. 2 ആഴ്ചക്കുള്ളിൽ അവൾക്ക് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വരും. ആ അച്ഛൻ കിടക്കുവാണോ? ഹോസ്പിറ്റലിൽ പോകണോ അച്ഛാ? ഏയ് കുഴപ്പമൊന്നുമില്ലടാ. ഓഫീസിലേക്കൊന്ന് ഇറങ്ങണം ഉച്ചയ്ക്ക് ശേഷം. ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ആകെ പ്രോബ്ലം ആയല്ലോ അച്ഛാ. എന്ത് ചെയ്യാനാ മോനെ, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാണ്ട് എന്ത് പറയാനാ. വൈദേഹി ഓക്കെ ആവട്ടെ, അതാണിപ്പോൾ നമുക്ക് പ്രധാനം. കുറച്ച് സമയം അച്ഛനോടും അമ്മയോടും സംസാരിച്ച ശേഷം രുദ്രൻ ഫോൺ കട്ട് ചെയ്തു. ഡോക്ടർ വ്യാസിനെ പിന്നീടൊന്നും അവൻ കണ്ടതേയില്ല. വെറുതെ ആ കോമ്പൗണ്ടിലൂടെ അവൻ അങ്ങനെ നടന്നു. കുറച്ച് അപ്പുറത്ത് മാറിയായി ഒരു വാഗമര ചുവട്ടിൽ അല്പം പ്രായമുള്ള ഒരു അപ്പൂപ്പൻ ഇരിക്കുന്നത് അവൻ കണ്ടു.
രുദ്രൻ ശ്രദ്ധിക്കുന്നത് കണ്ടതും അദ്ദേഹം അവനെ കൈ ഉയർത്തി കാണിച്ചു. അവൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്താ മോൻ്റെ പേര്? രുദ്രദേവ്. എൻ്റെ പേര് ഗോവർദ്ധൻ. എല്ലാവരും ശംഖുമാഷ് എന്നാണ് വിളിക്കുന്നത്. മാഷിൻ്റെ നാടൊക്കെ? കുറച്ച് ദൂരെയാ. പാലക്കാട്ടൊന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഒരു ആദിവാസി ഊരിലാണ് താമസം. മോൻ്റെ ആരാണ് ഇവിടെ കിടക്കുന്നത്? അയാൾ ചോദിച്ചു. എൻ്റെ ഭാര്യ. ഓ, അത് ശരി. മാഷിൻ്റെയോ? ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ ഡോക്ടറുടെ അടുത്ത് വരുന്നതാ, കുറച്ച് പച്ചമരുന്നുകളൊക്കെ കൊടുക്കാൻ വേണ്ടി. ഓക്കെ, ഇന്ന് മടങ്ങിപ്പോവോ അതോ? ഇല്ല മോനെ, 4-5 ദിവസം എടുക്കും. എനിക്കിവിടെ മരുന്നുകളൊക്കെ അവർക്ക് യോജിപ്പിച്ച് കൊടുക്കണം. അതിൻ്റെ കൂട്ടുകളൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടുള്ളതാ. ഓ, അത് ശരി. മാഷിൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? ഭാര്യയും 2 പെൺമക്കളും. മകൾ ഇവിടെയുണ്ട്, സിസ്റ്റർ ലയ. അതെയോ, മാഷിൻ്റെ മോളാണോ അത്? എൻ്റെ ഭാര്യയെ സഹായിക്കാൻ നിൽക്കുന്നത് സിസ്റ്റർ ലയയാണ്. ഓ, അത് ശരി. വൈദേഹിയുടെ ഭർത്താവാണോ? അതെ. അവളെ കണ്ടിരുന്നോ? ഇല്ലില്ല, ലയ പറഞ്ഞെന്നോട്. അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല, പെട്ടെന്ന് മാറും. അതിനുള്ള അമൃതമായിട്ടാ ഞാൻ വന്നത്. അയാൾ പുഞ്ചിരിയോട് കൂടി പറഞ്ഞു. മാഷേ, എനിക്കൊരു സമാധാനമില്ല. അവൾക്ക് അവൻ്റെ മിഴികൾ നിറഞ്ഞു. സങ്കടമൊന്നും വേണ്ട, മോൻ കണ്ടോളൂ. 3 ദിവസം കൊണ്ട് വൈദേഹിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങും. അവൾ മിടുക്കിയായി മാറും. ഇനി മേലിൽ അവൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. ഉറപ്പാണോ മാഷേ? 100% വിശ്വസിക്കാൻ മോനെ. ധൈര്യമായിട്ടിരുന്നോളൂ. അയാളോട് സംസാരിച്ചപ്പോഴുണ്ടായ ആത്മവിശ്വാസം അതവനിൽ ഒരുപാട് സ്വാധീനം ചെലുത്തി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുവാനും മറ്റും ഇരുവരും ഒരുമിച്ചായിരുന്നു. വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് വൈദേഹിയെ റൂമിലേക്ക് കൊണ്ടുവരുന്നത്. അവളെ കാത്ത് രുദ്രൻ വാതിൽക്കൽ നിന്നു. ഒപ്പം ശംഖുമാഷും ഉണ്ടായിരുന്നു. ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളവരെ വരെ ചികിത്സിപ്പിച്ച ഡോക്ടറാണ്. വ്യാസൻ വളരെ കേമനാ, വിശ്വസിക്കാം. തുടരും.